नमस्ते दोस्तों, कैसे हैं आप लोग? उम्मीद है आप ठीक है. നമ്മൾ ഇന്ന് മുതൽ ഒരു വൊക്കാബുലറി ചലഞ്ച്, ശബ്ദാവലി ചലഞ്ച് നാം ആരംഭിക്കുകയാണ്. ഒരു 5 വേർഡ് നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്ന സാധാരണക്കാരന് അനിവാര്യമായി വരുന്ന ഒരു 5 വാക്കുകൾ നമ്മൾ പറയുന്നുണ്ട്. അത് ഏറ്റവും അത്യാവശ്യമായി വരുന്നത് മാത്രമേ ഞാൻ ഓരോ സെലക്ഷനിലും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഏറ്റവും ആദ്യമായി നമുക്ക് പറയാം നിൽക്കുക, ഉഡ്ന, ഇരിക്കുക, ബൈഠ്ന, ഉഡ്ന, ബൈഠ്ന. പറഞ്ഞു നോക്കേ, ഉഡ്ന, ബൈഠ്ന. ലേട്ന, കിടക്കുക. 3 ആയില്ലേ? 4-മത്തത് ചൽന, നടക്കുക, പോവുക. അതാണ് ചൽന. വെയിറ്റ്, നിൽക്കുക, അവിടെ നിൽക്കുക, റുഖ്ന. അപ്പോൾ 5 പഠിച്ചു. ഇനി അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് കൊണ്ടുപോകാം. ഈ 5 ഒന്നുകൂടി ഞാൻ പറയുന്നു. ഉഡ്ന, എഴുന്നേൽക്കുക. അപ്പം നിങ്ങൾക്ക് പറയാം, ഭായ് സാബ് ഉഡോ, ഭായ് ഉഡോ. ഒരാൾ നമ്മുടെ സീറ്റിൽ വന്നിരിക്കുന്നുണ്ട്. ഉഡോ, ഈ അമര സീറ്റ്, ഉഡോ. അപ്പോൾ ഉഡ്ന, എഴുന്നേൽക്കുക. ഒരാളെ ഉറക്കിൽ നിന്നൊക്കെ എഴുന്നേൽക്കാൻ വേണ്ടി പറയുമ്പോൾ, ഭായ് സാബ് സുബഹ ഹോ ഗയാ, ഉഡോ നാ, ക്യാ ഉഡോ, ക്യാ നെയ് ഉഡ്തേ തും, ഉഡ്ന, എഴുന്നേൽക്കുക. ഓക്കെ ആണോ? പിന്നെ അടുത്ത എന്താണ്? ബൈഠോ ഭായി, ബൈഠോ. ബഹുമാനത്തോടു കൂടി ഇതൊന്നും പറയും, അങ്ങനെ പറയരുത്. ബൈഠിയേ എന്ന് പറയണം. ബൈഠിയേ ജനാബ്, ബൈഠ്ന, ഇരിക്കുക. ക്യാ ബൈഠ് തും, നീ എന്താ ഇരിക്കുന്നത്? ഇതിനെല്ലായിടത്തും നിങ്ങൾ കൊണ്ടുവന്ന് നോക്കാം. അടുത്തത് മറ്റൊന്നാണ് ചൽന. അപ്പം ലേട്ടോ, ആപ് ലേട്ടെ ഹെ, ക്യാ ലേട്ടെ ആപ്. അതുപോലെ തന്നെ ചൽന, ചെലോ യാർ, ചെലോ ഭായ് സാബ്, ആപ് ചെലോ. ചെൽന, നടക്കുക എന്ന, വാക്കിംഗ് ആണ് യഥാർത്ഥത്തിൽ. മറ്റൊന്ന് അവസാനത്ത് നമ്മൾ പറഞ്ഞ എന്താണ്? മേ ചൽത്താ ഹൂം, മേ അബ്ബി ചൽത്താ ഹൂം, മേനെ ചലാ ഗയാ, മേ ചലാ ഗയാ, ഞാൻ പോയി. മേ ചലാ ഗയാ, ഞാൻ പോയി. അപ്പോൾ ഇങ്ങനെ പോവുക എന്നുള്ള. അവസാനത്തൊന്ന് റുഖ്ന, നമ്മളിങ്ങനെ നടന്നോ ഒരാടും, ആ ഭായ് സാബ് റുക്കോ ഭായ്, ഉഡോ എന്ന് പറയില്ല. ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിനെ ഉഡോ പറയുള്ളൂ. എന്നാൽ മറ്റെന്താണ് പറയാം? റുക്കോ ഭായ്, റുക്ക് ലീജിയെ, ഒന്ന് നിർത്തൂ എന്ന് പറയാം. ഇപ്പോൾ വണ്ടി പോകുമ്പോൾ വണ്ടി സമയത്ത് റുക്കോ ഭായ്, മുझे यहाँ उतारना है, റുക്കോ. അപ്പോൾ ഈ 5 വാക്കുകൾ നിങ്ങൾ അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഉപയോഗിച്ച് ശീലിക്കുക. ധന്യവാദ്, ആപ്ക ബഹുത് ശുക്രിയ.